ഇതിന്റെ പേര് മങ്കി കണ്ണെന്നാണ് ഇതിന്റെ പേര്. ഇത് കാർബൈഡ് ഇട്ട് നിറയ്ക്കുക. കാർബൈഡ് കട്ടായിട്ട് കിട്ടുന്നേ അത് പൊടിച്ച് നമ്മൾ നിറയ്ക്കുന്നത്. ഇതാണ് കാർബൈഡിനകത്ത് ഇടുക. കാർബൈഡ് ഇട്ടിട്ട് നമ്മൾ ശകലം പച്ചവെള്ളം എടുത്ത് ഒരടപ്പെടുക്കുക, ഒഴിക്കും, എന്നിട്ട് അടയ്ക്കുക, എന്നിട്ട് മുറുക്കി അടയ്ക്കുക. അടച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ റെഡി ചെയ്യിക്കുക. ചിലർ എന്നെ വിളിക്കുന്ന ആന ചോദിക്കുന്ന അറിയപ്പെടുന്ന ചിലര് കണ്ട നമ്മൾ ഇച്ചിരിയിലേ ഉള്ളൂ. അത് ഞാനൊന്ന് ആന ഓടിക്കുന്നതൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കും. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഇപ്പൊ ഒരാളെ ചെറുടെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞാൽ 7-8 മണിയാകുമ്പോഴത്തേനും ചെറുടെ ഒരാളെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞേക്കും ഇന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു റെഡി, മഴയില്ലെങ്കിൽ വരാമെന്നൊക്കെ പറഞ്ഞ്. ഇതൊക്കെ പ്ലാവൊക്കെ പോകുന്ന സ്ഥലങ്ങളാണ്. പ്ലാവും കട്ടുവത്തൊക്കെ ആനയൊക്കെ പോകുന്ന വഴിത്താരയത്. ഇവരൊക്കെ ഒരു സന്ധ്യ ആകുമ്പോഴത്തേന് ഇറങ്ങും. സന്ധ്യ ഇങ്ങനെ ഇറങ്ങും. സന്ധ്യ ആകുമ്പോഴത്തേന് ഈ വഴി ഇറങ്ങും. ഒരു 6-6:30 മഴയുണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങി വരും. ഇവിടെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്യുമ്പോൾ, വണ്ടി ബ്ലോക്ക് ചെയ്യുമ്പോൾ വിളിക്കും നമ്മളെ. ഒന്ന് ഓടിച്ചു വിടാൻ പറയും. സഹായ ഇപ്പോഴും ഇപ്പം വിളിക്കും. അവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ വിളിക്കും. വേണ്ട, അല്ല റോഡിൽ ഇരിക്കുന്നൊന്ന് അങ്ങോട്ടൊന്ന് ഓടിച്ചു വിട് എന്നൊക്കെ പറയും. ചെറുടെ ഭാഗത്തൊക്കെ വന്നിരിക്കുമ്പോൾ പറയും, വേണ്ട ഇന്നടുത്ത് ആനുണ്ട്, ഒന്ന് നോക്കിക്കോണേ, അല്ലെ അക്കരെ കമ്പനിയിലോട്ട് പോകരുത് എന്നൊക്കെ പറയും. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അവരും നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അവർക്കും നമ്മളൊരു സഹായിക്കുക. എന്ത് പറഞ്ഞാലും നമ്മളും കേൾക്കും. ആനയെ ഉപദ്രവിച്ചാലുള്ളൂ കുഴപ്പം, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ആന പറഞ്ഞ കേൾക്കുന്ന ഒരു ജന്തുവാ. ആനയെ ഉപദ്രവിച്ചാൽ മാത്രമേ ഉള്ളൂ കുഴപ്പം, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ പിള്ളേർ സെറ്റൊക്കെ വന്നാൽ ചുമ്മാ ഒന്ന് ഫോട്ടോ എടുക്കാനും കല്ലൊക്കെ എടുത്ത് എറിയുന്നല്ലാതെ അവരെ അങ്ങനെയുള്ളവരെ ഉള്ളൂ ഉപദ്രവിക്കുന്നത്. അല്ല മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ സൗണ്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ ഇത് വന്ന് നോക്കി നിന്നിട്ട് ഇത് അടിയാണ്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരണ്ട് ഓടി കുടിക്കോളും. ഇവിടെ പുലിയൊക്കെ വന്നേ. ഇവിടെ പുലിയൊന്നും അവിടെ ആടിനെയൊക്കെ പിടിച്ച ആനയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന് വേണ്ടി ചക്കയൊക്കെ ഇട്ടിട്ട് ഇതിൽ ഇറങ്ങിയാണ്ട് പോസ്റ്റൊക്കെ ചവിട്ടിയൊക്കെയുണ്ടല്ലോ. പോസ്റ്റൊക്കെ ചവിട്ടിയൊക്കെ വന്നിട്ട് ഇതിൽ ഇറങ്ങി ഇങ്ങനെ പോയി. വാഴമൂലക്കൊക്കെ വന്ന്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നായിരുന്നു. ഞാൻ പിന്നെ ഒരു ബക്കറ്റ് വെള്ളമൊക്കെ വെച്ച് കൊടുത്തായിരുന്നു കുടിക്കാൻ വേണ്ടി, ഉണക്കായതുകൊണ്ട്. അത് കുടിച്ചില്ല. അതിൽ ഇറങ്ങിപ്പോയി. അതിലേ പോയി അക്കരെ പോയി. പിന്നെ നേരെ ചെന്ന് സൂപ്രണ്ട് ബംഗ്ലാവിൻ്റെ വീടിൻ്റെ അവിടെ ചെന്ന് കയറി, നമ്മുടെ അക്കരേൻ്റെ അവിടെ. പിന്നെ എല്ലാ മൃഗങ്ങളും ഇപ്പൊ ഇച്ചിരി കഴിയുമ്പോഴത്തേന് കാണാൻ കാട്ടുപോത്തൊക്കെ വരും. കാട്ടുപോത്ത്, പ്ലാവ് എല്ലാം ഇതിലേക്കിങ്ങനെ വരും. ഇവിടെ വന്ന് തിന്നിട്ടൊക്കെ പോകുന്നത്. പിന്നെ ആന അക്കരെ വരുന്നത് കാണാം നമുക്ക്. അക്കരെ വരുമ്പോഴേ നമുക്ക് അറിയാം. പിന്നെ ഇതൊരു 900 രൂപ, 900 രൂപയാവും. കമ്പനി എന്ന് പറഞ്ഞാൽ തന്നെ അത് കേടായി പോയി. പിന്നെ ഞാൻ അത് നോക്കിയിട്ട് ഇത് വെച്ച് പടിഞ്ഞത് പറഞ്ഞു. പിന്നെ മഴയൊക്കെ കഴിഞ്ഞ് നമ്മളൊന്നും അറിയത്തില്ല. കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ ആനയൊന്നും ഇവിടെ വന്നാലും നമ്മുടെ അയ്യത്തൊന്നും കയറിയിട്ടേ ഇല്ല. ഒരു പ്രാവശ്യം ഒന്ന് വന്നു, അത് കഴിഞ്ഞ് പിന്നെ കയറിയിട്ടേ ഇല്ല. ഇവിടെ വന്നിട്ട് തെങ്ങ് പോലും എടുത്തില്ല. നമ്മള് ഇവിടെ അടിഞ്ഞു വന്നാന വന്നിട്ട് വീട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പിന്നെ വീടിനുണ്ടെ കയറിയത് വഴി വെച്ചപ്പോഴത്തേക്ക് ആന ഇതിൽ ഇറങ്ങി തിരിഞ്ഞ് മേലോട്ടാക്കി. പിന്നെ ഒരു ദിവസം അവിടെ വന്നു വേളി. പിന്നെ അക്കരെ ഒരു ദിവസം വന്ന് എന്നെ വിളിച്ച്. പിന്നെ രാത്രി 11 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ പോയി. ഇന്ന് ചക്ക തള്ളിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ തിന്നിട്ട് പോട്ടെന്ന് പറഞ്ഞു. 2 ദിവസം ചക്ക തിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അത് വിട്ട് പോയി. നമ്മള് വിരട്ടി നമ്മുടെ വാഴക്കുമ്പോൾ അറിയാം എനിക്ക്. അതെ, നമ്മളെ കാണുമ്പോഴേ അറിയാം. നമ്മൾ വിരട്ടത്തില്ലുള്ളൂ, മേല് വയ്ക്കത്തില്ലല്ലോ. ഞാൻ 10-15 വർഷം കൊണ്ട് ഫോറസ്റ്റ് വാച്ചറായിട്ട് ജോലി ഉണ്ടായിരുന്നു. ഇപ്പം ABT തോട്ടത്തിൽ ജോലി ആയപ്പോൾ ഫോറസ്റ്റിൽ വാച്ചർ 2 ബില്ല് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ തോട്ടത്തിൽ വാച്ചറായിട്ട് രാത്രി ആന കാവലിൽ നിൽക്കുന്നുണ്ട്. പിന്നെ സഹായത്തിന് ഫോറസ്റ്റ് നമ്മളെ വിളിക്കുന്നുണ്ട്. ആന നമ്മളെ ഇതുവരെ ശല്യം ചെയ്തിട്ടില്ല. ആന നമ്മൾ മേല് നോക്കത്തില്ല. പിന്നെ ആന നമ്മൾ പറഞ്ഞ കേൾക്കും. ആന മേല് നോക്കിയായിരുന്നാൽ ഒരു കുഴപ്പമില്ല. ആന പറഞ്ഞ കേൾക്കുന്ന. അതുപോലെ ഭയങ്കര ശല്യം. ആന, പുലി, കടുവ എല്ലാം ഉണ്ട്. കാട്ടുപോത്ത്, പ്ലാവ് എല്ലാം ഉണ്ട്. നമുക്കൊന്നും ഇവിടെ ഒന്നും ഇതുവരെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല. പിന്നെ തീറ്റയില്ലാതെ വരുമ്പം
പുറത്തിറങ്ങി പ്ലാവും അതൊക്കെ ചക്കയെ കണ്ടുകൊണ്ട് അങ്ങനെ വന്ന് പ്ലാവൊക്കെ തെള്ളുന്നേ ഉള്ളൂ. ഒന്നാമത് വനത്തിൽ തീറ്റയില്ലല്ലോ, അതിന്റെ പേരില്ല ഈ ആന അത്രയും. ഇതിന്റെ ഉപയോഗം നമ്മൾ കാർവേഡ് ഇത് ഇതിനകത്ത് തുറന്ന് കാർവേഡ് പൊട്ടിച്ച് ഇതിനകത്ത് ഇടുക, ഇട്ടിട്ട് ഇതിനകത്ത് ശകലം വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഈ പട്ട ഇതാകും നമുക്ക് വെടി സൗണ്ട് മാത്രം കേൾക്കും, അത്രേ ഉള്ളൂ. സൗണ്ടേ ഉള്ളല്ലാതെ വേറെ ഒന്നുമില്ല. വേറെ ആനയ്ക്ക് നോവുകയോ ഒന്നും ചെയ്തില്ല, സൗണ്ട് മാത്രം കേൾക്കും, ആന വരണ്ട് പോകും. ഇതുള്ള കാര്യമുള്ളൂ, അല്ല വേറൊന്നും ഇവിടെ ഇല്ല. ഇവിടുന്ന് അയൽവക്കാര് നാട്ടുകാരെ ഒന്നും ഇതുവരെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പിന്നെ രാത്രിയിലൊക്കെ റോഡിലൊക്കെ ഇറങ്ങി ആന നിൽക്കും എന്നുള്ളതല്ലാതെ മറ്റ് കുഴപ്പങ്ങളൊന്നും ഇത് ഉണ്ടാകില്ല. പിന്നെ പ്ലാവ് തെങ്ങ് ഒക്കെ കാണുമ്പോൾ തെള്ളും, തീറ്റയില്ലാത്തതിൻ്റെ പേര്. പിന്നെ റബ്ബർ തോട്ടത്തിൽ വൈകുന്നേരം ഞങ്ങൾ കാവലുണ്ട്, എന്നാലും വന്ന് മഴയൊക്കെ ആണെങ്കിൽ വന്ന് തെള്ളി കുറെ റബ്ബറൊക്കെ ഇടും. എന്നാലും ശല്യമില്ല. നമ്മൾ വലയ്ക്കുന്നുണ്ടെ പിന്നെ വരട്ടുന്നുണ്ടെ പോവും. മേല് വായിക്കാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. മേല് വായിക്കാതേ ഉള്ളൂ ഇതിന് കുഴപ്പം. നമ്മളെന്തെങ്കിലും പള്ളു പറയാൻ എന്തെങ്കിലും ചെയ്യാമെങ്കിൽ അങ്ങ് പൊയ്ക്കോളും.